സർപ്രൈസ് ആക്കാൻ പോവുകയാണ്. എല്ലാരും ഉണ്ട്. ഇതുവാ ഒരു ഹായ് പറ. അപ്പൊ ചെറുങ്ങനെ പണിപ്പാളി ഗൈസ്. കിട്ടുമല്ലോ പൊളിച്ചു. ആ കറങ്ങി കറങ്ങി. ഒരു പാവം വ്ലോഗർ ഡ്രസ് എടുത്തിട്ട് അപ്പൊ ഞാൻ നമ്മള് ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയത്. എവിടെ ലൊക്കേഷൻ ഈ വീട്ടിൽ ലാസ്റ്റ് പറയാട്ടാ. നമ്മളെ ഡ്രൈവർ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിട്ട് പറയണ്ട. സീറ്റില് 2 കുട്ടിപ്പട്ടാളങ്ങൾ പിടിച്ചിട്ടുണ്ട്. താമര മത്സരമുണ്ട്, ശ്രുതി ചേച്ചിയുണ്ട്, ശ്യാമളല്ലുമ്മ ആന്റി. അയ്യോ ഞാനിപ്പോ പോകും. സുജാന്റി ഉണ്ട്, എന്റെ ഓളുണ്ട്, കിട്ടുണ്ട്, പൂജയുണ്ട്, അമ്മയുണ്ട്. ഇതാ പ്രശസ്ത വ്ളോഗർ ആ. പിന്നെ അടുത്ത വ്ളോഗർ ആവാൻ പോന്നെ ഷിജുവാട്ടനുണ്ട്. പിന്നെ നമ്മളെ നെയ്ഹു കുട്ടിയുണ്ട്. ഒരു ഹായ് പറയോ? പറയാൻ വിട്ടുപോയി. അപ്പൊ നമ്മളിതാ പോകുമ്പോ തന്നെ ഭക്തി ഞാൻ ഇട്ടിട്ടാണ് വിവേകാട്ടൻ ഇതാക്കുന്നത്. അയ്യോ ഇവിടുന്ന് സൂമില്ല. പൂജ ബെൽറ്റു, മുഖം ബെൽറ്റു. ഇവിടെ ഫുള്ള് കുഴപ്പവും. ഇതുപോലെ ഒരു ഫാമിലി ട്രിപ്പ് എന്റെ പറഞ്ഞ ഒരു 3 കൊല്ലം മുമ്പേ പോയി കൂർക്കില്. സുജാന്റി കൊറേ ട്രിപ്പ് പോകും. മാസത്തിൽ ഒരു ട്രിപ്പ് എന്തായാലും സുജാന്റിക്ക് നിർബന്ധമാണ്. ശ്യാമളയിലും എല്ലാ സാധനം കൊണ്ട് വന്നത്. വട, ചട്നി, ചക്ക ചിപ്സ്. അങ്ങനെ നമ്മള് ആരാണ് ഫസ്റ്റ് വാരി വലിച്ചെടുക്കുന്നത് നോക്കാം. ഇതാ ഫുള്ള് സ്നാക്സ് കഴിക്കാൻ തുടങ്ങി. ഏടി എത്തിയിട്ട കണ്ണൂരും കൂടെ എത്തിയിട്ട് എല്ലാരും തിന്നാൻ തുടങ്ങി. എല്ലാ സപ്ലൈയിങ് പിന്നെ സ്നാക്സ്. ഇതുപോലത്തെ നല്ല സ്നാക്സ്, ഇതുപോലെ ചൂട് വടയും ചട്നിയെല്ലാം കിട്ടണമെങ്കിൽ ഇതാ നമ്മളെ ശ്യാമളല്ലമ്മനെ കോണ്ടാക്ട് ചെയ്താൽ മതി. വട മാത്രല്ല കായപ്പം, ഉണ്ണിയപ്പം എല്ലാം, ചക്കയപ്പം എല്ലാം ഉണ്ട്. ഫ്രഷ് ഹോം മെയ്ഡ് സാധനം കിട്ടും. കഴിച്ചിട്ട് പറ. ഒരാള് തിന്ന് കഴിഞ്ഞു. സൂപ്പറാണ്. കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. ഇത് ഒരാളിടോ ലേസാണ് തിന്നുന്നത്. ഒരു കുറ്റി പുട്ട് ഫുള്ള് വീട്ടിൽ നിന്ന് തിന്നു വന്നിട്ടാണ്. ഇതാ ഇപ്പൊ എത്രാമത്തെ വട വെച്ച്? 2 വട. അല്ല നിങ്ങൾ ഇതൊരു വടതീറ്റ മത്സരാക്കിയാ? എത്രാമത്തെയാണ്? ഇതാണോണാ ഇത് കേട്ടോ. തീറ്റാറിയാ ഭാര്യയും ഭർത്താവും കൂടി പാർട്ടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ഹോസ്പിറ്റലിൽ സമരമുണ്ടോ? എണ്ണടിക്കാനും അതേപോലെ തന്നെ മൂത്രയ്ക്കാനായിട്ട് നിർത്തിയാൽ പലരും വണ്ടിയിൽ കയറലേ കയറും. അടിയോട് വിവേകാട്ട കുഞ്ഞിന്റെ മുട്ടായി തട്ടി പറിക്കാൻ പോകുന്നു. അടി കിട്ടുന്ന പറയും, അടി കിട്ടുന്ന പറയും, അടി കിട്ടുന്ന പറയും. ഞാൻ കൊടുക്കണ അടി കൊടുക്കണ, അടി കൊടുക്കണ. പൂട്ടി വെക്കോ, പൂട്ടി വെച്ചു, പൂട്ടി വെച്ചോ, പൂട്ടി വെച്ചോ. കൊടുക്കണ്ടേ? കൊടുത്തോ, ഓരോരാൾക്കും ഒന്ന് വെച്ച് കൊടുത്തോ. ആ മതി 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 മതി. ഉറങ്ങി കിടക്കുന്നവരെല്ലാം എണീക്കാതെ മൈക്ക് എടുത്തിട്ടുണ്ട്.
ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഡാൻസ് കളി നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളിപ്പോ വടകര കഴിഞ്ഞ് ഏകദേശം കോഴിക്കോട് എത്താനായി നേരെ നമ്മള് ഹൈലൈറ്റ് മാളിൽ കയറിയിട്ട് പോവാൻ തോന്നുന്നു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ബാക്കി കുറച്ചാള് നാടെ ഇരിക്കുന്നത്. ബിരിയാണി കഴിക്കാം. അപ്പൊ നമ്മളെ ബിരിയാണി ഒക്കെ എത്തിയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ പോവാ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് കൊമ്പ് കെട്ടേ ഹൈലൈറ്റ് മാളിലേക്ക് പോയ. ഹൈലൈറ്റ് മാളിൽ കഴിച്ചിട്ടാ മൊത്തം കോളായിട്ടല്ലേ. എന്റെ മുടിയെല്ലാം മൊത്തം പോയി. എല്ലാരും ബാക്കിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നല്ല ചുട്ടു പോയിരുന്ന വീട്. ഇപ്പൊ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട്. മാളിലെത്തിയിട്ട് മാഗ്നം മാളിൽ നിന്നായിരുന്നു. നമ്മളെ ഹൈലൈറ്റ് മാളിലെത്തിയിട്ട് ഇതാ ഒരാൾ ഡ്രസ് പർച്ചേസിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കി ഇതാ പൂച്ചി വരെല്ലാം വീഡിയോ ഉണ്ട്. അങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നമ്മളെല്ലാം ഇങ്ങനെ നമ്മളിതാ എത്തി. എല്ലാരും ലഗേജ് പുറത്തേക്ക് പാക്ക് ചെയ്യാണ്. അടുത്ത ആൾ അവിടുന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്. നമ്മളെ ബാഗെല്ലാം എടുക്കണം അത്ര. എല്ലാരും ഇതാ അപ്പോ അടുത്ത വ്ളോഗർ ഇതാണ് നമ്മളെ റെസിഡൻസി. അപ്പൊ ഇനി നമ്മള് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോകുമ്പോ കാണാം. ഇതാ ഓക്കെ ഗൈസ്, ബൈ ബൈ പറയാണ് അവര്. കണ്ടോളൂ, നമ്മളെ ബായ് ആയിട്ടില്ല. നമ്മളെ അമ്പല ദർശനം കൂടി ഉണ്ട്. നമ്മളെ റൂം വരുന്നത് ഇതാ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓരോ റൂം നോക്കാം. അങ്ങനെ നമ്മള് ടെമ്പിളിലേക്ക് പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങോട്ടൊക്കെ യെസ്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുവരെ നമുക്ക് കാഴ്ചയെല്ലാം കണ്ടിട്ട് നടക്കാം. അമ്മയും ഇവരെല്ലാം ഉണ്ട്, ചേച്ചിയെല്ലാം. ബാക്കി ഒരു ടീം ഓൾറെഡി പോയി. വിവേകാട്ടൻ അന്വേഷിച്ചല്ലോ മേച്ചാക്കിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അന്വേഷിച്ച് നിങ്ങൾ അടിച്ചു തന്നെ ഇത് വിവേകാട്ടൻ്റെ അടുത്തു. ഇല്ല വാ, കുറച്ച് ലേറ്റ് ആയിട്ട് പൂജയും കിട്ടും എത്തിയിരിക്കുന്നു. ഒരാൾക്ക് ഇവിടുന്ന് പൂജ വിടണമല്ലോ. പൂജ വിടുന്നുണ്ടാ? ആ, അപ്പം നമ്മളിതാ നട്ടയിലേക്ക് എത്തി. സാധാരണ നമ്മൾ അപ്പുറത്തുനിന്നാണ് ഇതാണല്ലോ. ആകെ ആദ്യമായിട്ട് ഇപ്പർ റൂം കിട്ടിയത്. ഇതാ ലെക്സസാ, ലെക്സസിൻ്റെ കാരണോ. നമ്മൾ നടയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെയാണ്. ജാൻ നേരെ പോകാൻ പറ്റില്ല, സൈഡിലേ പോകണം. ഇതാ ഫണ്ണി കപ്പിൾസിന്റെ ഫാൻസിനെ കണ്ടിട്ട് ഇവിടെ നിൽക്കുന്നു. വിവേകാട്ട ഫാൻസാണ്. ഫാൻസാ ഇടിയും വീടാണല്ലുണ്ടോ? പൂച്ചയുണ്ട്. അതാ കിട്ടുന്ന റൂമിൽ വെറുതെ ഫോൺ നോക്കി ഇരുന്നിട്ട് ലൈറ്റ് ആക്കി. ഇതെല്ലാവരും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് എണീച്ചു. രണ്ടാള് ചോറ്. എല്ലാവരും ചോറാണ് അധികം മേടിച്ചത്. നല്ല ഫുഡ് എന്ന് പറഞ്ഞത്. ഞാൻ ചപ്പാത്തി കഴിച്ചിന്. കേട്ടോ എണീക്കാൻ പറ്റുന്നില്ലേ? ഒരു ടോട്ടല് 5 നെയ് റോസ്റ്റ് അല്ലേ? 4 നെയ് റോസ്റ്റ്. എവിടെ പോകുന്നതല്ലോ? എനിക്കൊന്നും തന്നിട്ടേ വരി. ഒന്നും മേടിച്ചു തന്നിട്ടേ. ഏതാ മേടിച്ചതിന്? കളിക്കുന്ന സാധനാ കാണിച്ച. നാളെ നമുക്ക് പുതിയത് മേടിക്കാം. നാളെ മേടിക്കാം. നമ്മളെ ഫണ്ണി കപ്പിൾസ് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്.
ഇതാ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട്. ഇനി ഷെയ്ക്ക് കൂടിയും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യുന്നു. നമ്മൾ പോയി കിടന്നുറങ്ങും. ഓഹോ വായിനോട്ടാണോ? വിവേകേട്ടാ അനുവദിച്ച് ഒന്ന് തെറ്റിയപ്പോഴേക്കും വായിനോട്ടം തുടങ്ങി. എന്താണ് നീയുടെ പോന്ന് നിന്റെ കണ്ണയുടെ പോന്ന് ചെക്കനും പ്രായം കുറവല്ലേ? എനിക്ക് ചിങ്ങം വന്ന 26. ഇവിടെ സാധനം വാങ്ങാൻ വന്നേ. എന്നിട്ട് അനുവദിച്ചിനുള്ളിൽ പറഞ്ഞിട്ട് രണ്ടാളും വായി നോക്കാം. എന്താ പിന്നെ നിന്റെ കണ്ടു പോകുന്ന ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മള് പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു വിഷു ബമ്പറൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടാളെയും വായി നോക്കാൻ വിട്ടും. നമ്മളിനി പർച്ചേസ് ചെയ്തിട്ട് വരാം. അനുവദിച്ച് എന്തോ നോക്കിയിട്ട് വിളിക്കുന്നുണ്ട്. വളയുടെ വളയൊക്കെ നോക്കുന്നുണ്ട്. ഇതൊന്നും ഇതാണ് നോക്കി വെച്ച വള. ഞാൻ ഇടാൻ നോക്കാം. നല്ല കളക്ഷൻസ് ഉണ്ട്. ഏത് ഷോപ്പ്? ഷോപ്പിന്റെ പേരൊന്നും നോക്കില്ല. അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. ഇത് നോക്കി ഒരാള് പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കാണ്. കല്യാണ പർച്ചേസിംഗ്. അങ്ങനെ സർപ്രൈസ് ചെയ്യാനിതാ. സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇതാ നമ്മളെ ദുവാ ബേബി ഒക്കെ വന്നിട്ടുണ്ട്. സർപ്രൈസ് ആക്കാൻ പോവുകയാണ്. ഇതെല്ലാരും ഉണ്ട്. ദുവാ ഒരു ഹായ് പറ. ഇതെല്ലാരും ഉണ്ട്. പിന്നെ പൂജ ആണെങ്കിൽ കുളിക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സർപ്രൈസ് ആണ്. അപ്പം സദ്യയും ശീതളും ദുവും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവരെയും കൂട്ടിയിട്ട് നമുക്ക് ബാക്കി എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് വരാം. എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. കറങ്ങി അതാരി സർപ്രൈസ് തരാൻ വന്നെയാണ്. അപ്പത്തേക്ക് ബാക്കി എല്ലാരും സർപ്രൈസ് ആയി. പൂജ മാത്രം പൊട്ടി. ഓള് മാറ്റത് അപ്പൊ ചെറുങ്ങനെ പണിപ്പാളി കൈസ് കിട്ടുമെല്ലാം പൊളിച്ചു. ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചു. ടാറ്റാ ബൈ ബൈ. ഇനി നാളെ രാവിലെ നമുക്ക് കാണാം. ബൈ ബൈ.